അപ്പം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകുന്നത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? പരിശുദ്ധാമ്മയാണ് ആ പൂർത്തിയാക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസകാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല. ഇറ്റ് ഈസ് ഗുഡ് ബൈ. മനസ്സിലായില്ലേ? അത് കൃപയുടെ കാലമാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, അനുദപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല. പിന്നെ എന്താണ്? പിന്നെ കൃപ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല. പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? പാപത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും? കൃപയെ ഫോക്കസ് ചെയ്യും. ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത്.